നല്ല വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഒട്ടും കുഴയാതെ ഒട്ടും കളറൊന്നും പോകാതെ എങ്ങനെയാണ് മെഴുക്കുവരട്ടതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നല്ല മൂക്കാത്ത വെണ്ടയ്ക്ക എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടലമാവ് 2 ടേബിൾ സ്പൂൺ ഇടണം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ 1 പച്ചമുളക് ഞാൻ 4ആയിട്ട് കീറിയതാണ്, പിന്നെ 2 ടേബിൾ സ്പൂണ് സവാള അരിഞ്ഞത് അല്ലെങ്കിൽ കൊച്ചുള്ളി ആയാലും മതി. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എല്ലാ വെണ്ടയ്ക്കയുടെ പീസയിലും പിടിക്കുന്ന രീതിയിൽ അത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അത് വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വെണ്ടയ്ക്കയിലുള്ള വെള്ളം തന്നെ ഇതിലോട്ട് ഇറങ്ങും. അപ്പം വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ടൊരു നനവ് വരും. അത് കഴിഞ്ഞിട്ട് വിസ്താരമുള്ളൊരു ഫ്രൈങ് പാൻ എടുത്തിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾ ഈ വെണ്ടയ്ക്ക നല്ലതായിട്ട് നിരത്തി വെച്ച് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് മീഡിയം തീയിൽ ഇത് നിരത്തി വെച്ചിട്ട് ഒരു സൈഡ് ഫ്രൈ കഴിയുമ്പോഴത്തേക്ക് അതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഒട്ടും വഴുവഴുപ്പില്ലാതെ ഫ്രൈ ചെയ്ത് കിട്ടും. ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.